ഷഹനാസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പൈനാപ്പിൾ ജാമിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പൈനാപ്പിളിന്റെ ജാം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് 2 മീഡിയം സൈസ് പൈനാപ്പിളാണ് കേട്ടോ. ഏകദേശം ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ 1 കിലോനോളം ഉണ്ടാവും. അത് ഞാൻ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതിന്റെ പൾപ്പ് എടുക്കാം. അപ്പോൾ ഇത് പൈനാപ്പിൾ ഞാൻ ഇതേപോലെ അടിച്ചെടുത്തതാണ്. അപ്പോൾ ഒരു തവണ ഞാൻ ഇതുപോലെ അരിപ്പയില് അരിച്ചെടുത്തിരുന്നു. അപ്പോൾ അടുത്ത ബാക്കിയുള്ളതും കൂടി അടിച്ചെടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അരിപ്പയിൽ ഇങ്ങനെ എടുത്ത് അരിക്കണത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പിടിച്ചത് കേട്ടോ. അപ്പോൾ ഇതിനെ എടുത്തിട്ട് നമുക്കിങ്ങനെ നന്നായി ഇതിന്റെ പൾപ്പ് ഇങ്ങനെ എടുത്ത് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ അതിന്റെ ഞാരുകൾ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ നല്ലൊരു അരിപ്പയിൽ ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുക. അതുപോലെ വെള്ളം ഒഴിക്കാതെ വേണം നമ്മൾ ഇത് അരയ്ക്കാനായിട്ട്. തീരെ വെള്ളത്തിന്റെ ആവശ്യമില്ല. പൈനാപ്പിളിലത്തെ ആ വെള്ളം തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഇത് അരച്ചെടുക്കണേ. അപ്പൊ അരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മിക്സിയുടെ ജാറിലും വെള്ളം വേണ്ട. അതുപോലെ തന്നെ എല്ലാം നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ അരച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ അതിന്റെ പൾപ്പ് അരിച്ചെടുക്കാം കേട്ടോ. അപ്പൊ ജാം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ നോൺ സ്റ്റിക്കിന്റെ പാത്രം എടുക്കുക, അല്ലെങ്കിൽ നല്ല അടി കട്ടിയിട്ടുള്ള പാത്രം എടുത്തിട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടി പിടിക്കും. അതുകൊണ്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ പാൻ വെച്ചു ഞാൻ അതിലേക്ക് അളന്നിട്ടാണ് ഒഴിക്കണേ. ഞാനിപ്പോൾ 1 കപ്പ് എടുത്തു. ബാക്കിയുള്ളതും കൂടി ഞാൻ അതിലേക്ക് എന്നെ അളന്ന് കറക്റ്റ് ചെയ്തിട്ട് ഇതാണ്. അപ്പോൾ ഇത് ഒരു 1.25 കപ്പ് ആണ് ഈ കപ്പ് കൊണ്ടുള്ളത്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന പാത്രത്തിന്റെ അളവ് എത്രയാണോ അത്രയും പഞ്ചസാരയാണ് ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ടാണ് ഒരു പാത്രത്തിലേക്ക് കറക്റ്റ് ആയിട്ട് അളന്നിട്ട് ഒഴിക്കാനായിട്ട് പറയുന്നത്. ഏകദേശം ഒരു 20. അപ്പൊ ഞാൻ ഇതിലേക്ക് ഇതേപോലെ ഏകദേശം ഒരു 2 ഇഞ്ച് വലിപ്പമുള്ള ഒരു കറുവപ്പട്ടയുടെ കഷ്ണം ഇതിലിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേൽ കിടന്നോട്ടെ. ഇനി നമുക്കിതൊന്ന് കുറച്ച് നായി വരണോട് കൂടിയിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ പൾപ്പ് അതേപോലെ ആയി വരണോട് കൂടിയിട്ട് ഞാൻ അളവ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ കപ്പിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ എപ്പോഴും കറക്റ്റ് പഞ്ചസാരയുടെ അളവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ കിട്ടുള്ളൂ. ഇതിന്റെ പെർഫെക്ഷൻ ആവണമെങ്കിൽ കറക്റ്റ് പഞ്ചസാരയുടെ അളവ് കറക്റ്റ് ആയിരിക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ടെക്സ്ചറൊക്കെ മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. ഏകദേശം ഒരു 25 മിനിറ്റോളം ഇതിങ്ങനെ നമുക്കിതൊന്ന് കുറുതാക്കി ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ. അത് കുറുകി വരണം. അപ്പൊ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പൊ ഏകദേശം ഒരു 15 മിനിറ്റോളായി ഞാനിത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ പ്രത്യേകം പറയാണ്, പൾപ്പ് എത്രയുണ്ട് അത്രയും അതേ അളവിൽ തന്നെ നമുക്ക് ഷുഗറും ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഇതിന്റെ കളറൊക്കെ മാറി വരുന്നു കണ്ട. അപ്പൊ നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാറായിട്ടുണ്ട്. ഇതാണ് ഇത് നിങ്ങൾ നോക്കണ്ട. അത് തണുത്ത് വരുമ്പോ കറക്റ്റ് നമ്മുടെ ജാമിന്റെ ആ ഒരു പരുവത്തിലേക്ക് വരും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഇതാണ് ഇതുപോലെ ശരിക്കും നമുക്ക് ഇങ്ങനെ ഒഴിക്കുമ്പോൾ കുറച്ച് കട്ടിയിൽ ഇങ്ങനെ വീഴണ വിധം ഇതാകുമ്പോ ഒരു 20-25 മിനിറ്റ് അതിനുള്ളിൽ നമുക്കിത് സിമ്മാക്കിയിട്ടിട്ട് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോട്ടിട്ട് വേണം നിങ്ങളിത് ചെയ്യാനായിട്ട് കേട്ടോ. ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പൊ ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. അപ്പൊ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലൊരു 2 ഇഞ്ച് പീസിലുള്ള കറുവപ്പട്ട ഇട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് ഇതിന്ന് മാറ്റാം കേട്ടോ. അപ്പൊ ഇനി ഇത് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് ഗ്യാസും വന്ന്. ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉള്ള പതയൊക്കെ വറ്റിപ്പൊക്കോളൂ കേട്ടോ. അതുപോലെ 2 മണിക്കൂർ ഏകദേശം വേണ്ടി വരും. ഇത് നമുക്കിതൊന്ന് തണുത്ത് കറക്റ്റ് പാകത്തിന് ആവാൻ വേണ്ടിയിട്ട്
അപ്പൊ നിങ്ങൾ നന്നായി തണുക്കുന്നവരെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ട് ഇരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ ജാമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നും കൂടെ ടൈറ്റായിട്ട് വരും. ഇപ്പം 2 മണിക്കൂറായിട്ട് ഞാൻ തണുക്കാൻ വെച്ചതായിരുന്നു. ഇനി ഇത് കുറച്ചും കൂടെ ഒന്നുകൂടി ടൈറ്റായിട്ട് കറക്റ്റ് നമ്മുടെ ജാമിൻ്റെ ആ ഒരു ഇതിലേക്ക് തന്നെ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻസ് ഇടാനായിട്ട് മറക്കരുത്. അപ്പോൾ 1 കിലോ പൈനാപ്പിളിൻ്റെ അതുകൊണ്ട് എനിക്ക് ഇതുപോലെ 2 ബോട്ടിലേക്കുള്ള ജാമാണ് കിട്ടിയത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ഇതേ അളവിൽ ഉണ്ടാക്കുക. അതുപോലെ പഞ്ചസാരയുടെ അളവ് കറക്റ്റായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക.